ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും. ഈ മലനിരകളുടെ ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാനായിട്ട് കഴിയും. കാരണം അവിടെ ഈ കാണുന്ന വാട്ടർഫാൾസും അതുപോലെ തന്നെ ഈവൻ ഇപ്പം നെല്ലിയാമ്പതി ടൗണിൻ്റെ രാത്രി വെളിച്ചം പോലും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. എല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. അതെ, കോട ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കാണുന്ന ഗ്രൗണ്ട് ശരിക്കും ഞങ്ങളുടെ ഫാമിലി ജോയിന്റ് പ്രോപ്പർട്ടിയാണ്. അതിൽ ഇനി ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വരാനുള്ള പരിപാടിയാണ്. അത് ഒരു 1.5 ഏക്കറിൽ ഞങ്ങൾ ഫുള്ള് ഇപ്പൊ ലാൻഡ്സ്കേപ്പിൽ വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യും അവിടെ? വാട്ടർ തീം പാർക്കാണോ അതോ? വാട്ടർ തീം പാർക്കല്ല, ഇപ്പൊ സാധാരണ ഇതിൽ വാട്ടർ അല്ലാത്ത രീതിയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കായിട്ടാണ് വാഗമണിലേക്ക് പോലുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് താമരപ്പാടം ഇവിടെ തന്നെ നമുക്ക് നിന്ന് കാണാൻ പറ്റും. രാത്രി താമരപ്പാടത്തിന്റെ ലൈറ്റ് വ്യൂ ശരിക്കും അസാധ്യ ഭംഗിയാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്തുള്ള ചിങ്ങഞ്ചിറ ക്ഷേത്രം, ഈ കാണുന്നത് ആ ഒരു ബുഷ കാണുന്നതാണ് ശരിക്കും ചിങ്ങഞ്ചിറ ക്ഷേത്രം. ഏത് കാണുന്ന? അത് ആ ടവറിന്റെ താഴെ കാണുന്ന അതെ അതാണ് മരങ്ങളുടെ കൂട്ടം, അതാണ് ശരിക്കും ചിങ്ങഞ്ചിറ ക്ഷേത്രം. ഇതൊക്കെ നമുക്ക് എത്രയും അടുത്ത് നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ സഞ്ചാരികൾക്ക് ഇപ്പോൾ നമ്മുടെ നെല്ല് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ നെല്ല് നമ്മുടെ ഡൈനിങ് ടേബിളിൽ എങ്ങനെയാണ് അരി വരുന്നത് എന്ന് പല ആൾക്കാർക്കും അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള പരിപാടിയിലൂടെയാണ് ശരിക്കും നെല്ല്. പിന്നെ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇതിപ്പോ ശരിക്കും ഇപ്പൊ നെല്ല് ഉണക്കലാണ്. നെല്ല് ഉണക്കി കഴിഞ്ഞ് ഈ നെല്ല് മുഴുവൻ കൊണ്ടുപോകുന്ന സർക്കാരാണ്. അത് പുഴുങ്ങിയിട്ട് സർക്കാർ നമ്മള് പിന്നെ ഇതിലൂടെ, അതായത് പിന്നെ സപ്ലൈകോ മുഖാന്തരമാണ് ഈ നെല്ല് കൊണ്ടുപോകുന്നത്. അത് കർഷകർക്ക് അതിന്റെ പൈസ കിട്ടും. ഇത് എന്തരിയാ? ഇതിപ്പോ മട്ട നെല്ലാണ്, പാലക്കാടൻ മട്ട. ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് ശരിക്കും ഉമ. വിദേശങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്ന കേരളത്തിന്റെ മട്ടേരി ശരിക്കും ഇവിടെ നിന്നാണ്. പാലക്കാടാണ് കേരളത്തിന്റെ നെല്ലറാണ്. ഇവിടെ ശരിക്കും ഈ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തൊക്കെ കാണാനുള്ള? ശരിക്കും കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു സുന്ദര ഗ്രാമത്തിന്റെ ശാലീനതയും അതുപോലെ തന്നെ പച്ചപ്പും പ്രകൃതി ഭംഗിയും 100% നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. കാരണം ആനന്ദ മഹേന്ദ്രയാണ് ശരിക്കും ഈ കൊല്ലങ്കോടിനെ സുന്ദര ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച് അതിൽ ട്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ശരിക്കും കൊല്ലങ്കോടിന്റെ കിടപ്പ്. ശരിക്കും ഈ പ്രകൃതിയും അതുപോലെ തന്നെ മലനിരകളൊക്കെ എന്നും ഉണ്ടെങ്കിലും വിഷ്വൽ മീഡിയയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊല്ലങ്കോടിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അത് ശരിക്കും ജനങ്ങൾ ഏറ്റെടുത്തു. അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ കൊല്ലങ്കോട് കാണാനായിട്ട് വരും. ശരിക്കും എപ്പോഴാണ്, ഏതൊരു സമയത്ത് വരേണ്ടത്? ഏത് സമയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലങ്കോട് എന്ന് സുന്ദരിയാണ്. അപ്പൊ ഏത് സമയത്തും വരാം. ഇപ്പൊ നമുക്കിപ്പോ ഈ സീസൺ അങ്ങനെയുള്ളതൊന്നുമില്ല. കാരണം ഇപ്പൊ വെക്കേഷൻ ആവുന്ന സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണെങ്കിൽ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണെങ്കിൽ വിദേശത്ത് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്.